ആനക്കൊക്കെ ചട്ട അടിച്ചിട്ടല്ലേ കൊണ്ടെടുക്കുക. എല്ലാത്തിനും അങ്ങോട്ട് തിരിയാൻ നമ്മൾ കൂടെ നടന്ന് പറയണം. ഇവർക്ക് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ആൾ തന്നെ പോയി വാങ്ങും. പക്ഷേ വയലിൽ നിന്ന് കമൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. ആൾക്കാർ ആൾക്കാർ അത് ആൾ കയറും, ഓടിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ആനക്കീനെന്നൊന്നും പറയാൻ പാടില്ല, കണ്ടു നിൽക്കുക. അത് വിട്ടുനിന്ന് ഇപ്പോൾ ഇവിടെ വേറെ സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാലേ ഇവിടെ നിങ്ങൾ കണ്ട ആരും ശല്യം ചെയ്യില്ല. ആനൻ്റെ വൈക്ക് പോവും, ആൾക്കാർ വൈക്ക് പോവും. അല്ല വൈക്ക് നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡെയിലി നടക്കും. ഡെയിലി പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ മേയാൻ വിടും. അപ്പോൾ കുറച്ച് നേരം തിന്നും. അതായത് ശരിക്ക് 3 കിലോമീറ്റർ നടത്തണം എന്നാണ്. ഇവള് പിന്നെ ഓളെ മൂടനുസരിച്ചാണ്. ഓള് ചിലപ്പോൾ ഇതിലാണ് കയറിപ്പോവും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെക്കുന്നില്ല. കണ്ടോ, അവിടുന്ന് പോകുന്ന ആൾ ചോക്കോബാർ ഇനി വൈക്കുന്നതാണ്. അതുപോലെ അവിടുന്ന് വാങ്ങി പോരും. ആളെ പൈനാപ്പിൾ വാങ്ങിയാൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോക്കോബാറും കീശിയിട്ട് വരും. ഈ പൈനാപ്പിൾ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ രസം എന്ന് വെച്ചാലേ ചോക്കോബാർ തിന്ന് കഴിഞ്ഞാൽ കോല് തുപ്പും ചെയ്യും. ആ കോല് കൊടുക്കണേ കഴിക്കൂല. വീട്ടിൽ അത് തുപ്പും. ഇപ്പോൾ ബ്രേക്ക് കുടിച്ചാൽ എന്താ പറയുക, ഇപ്പോൾ പൈനാപ്പിൾ കഴിഞ്ഞു. ഇനി അവൻ്റെ കീശിൽ നിന്ന് ചോക്കോബാർ കിട്ടണം. എൻ്റെ പേര് റഫീഖ്. ഡെയിലി കാവേരി ഇവിടെ നിന്നാണ് പൈനാപ്പിൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കൽ. എല്ലാ ദിവസവും ഇവിടെ വരും. അവൾ വന്ന അന്ന് മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വരലുണ്ട്. ഡെയിലി ഒരു പൈനാപ്പിൾ മസ്റ്റാണ്, ഒരു ചോക്കോബാറും നിർബന്ധമാണ്. ആനകൾ ഈ ചോക്കോബാർ കഴിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ കാവേരി ആദ്യമായിട്ട് ഇവിടുന്ന് ചോക്കോബാർ വാങ്ങിയത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? അല്ല, ചോക്കോബാർ ശിമിലിക്കാൻ്റെ കൂടെ വരുമ്പോൾ അവർ ചോക്കോബാർ കഴിക്കും. പാപ്പാനും ശിമിലിക്കയും ചോക്കോബാർ കഴിക്കും. അപ്പോൾ അവർക്കൊന്ന് കൊടുത്ത് അങ്ങനെ ശീലമായതാണ്. പിന്നെ ഡെയിലി അവർക്ക് ചോക്കോബാർ കിട്ടണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ? എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വരും. ശിമിലിക്ക നാട്ടിലുള്ള സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ വരും. ഇപ്പൊ കാവേരി വരുമ്പോ ഇവിടെ ചോക്കോബാർ തീർന്നു പോയ അവസ്ഥയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഡെയിലി സ്റ്റോക്ക് ഉണ്ടാവും നമ്മളെ കയ്യിൽ എപ്പോഴും. നമ്മളെ ഒരു പൈനാപ്പിൾ എന്തായാലും ഡെയിലി മസ്റ്റാണ്. നമ്മൾ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വരുത്തിയിട്ടാണെങ്കിലും ഇവിടെ വെക്കും നമ്മൾ. കാരണം ഡെയിലി വരുമ്പോൾ അവർക്ക് അത് കിട്ടണം. കാവേരി ഒറ്റയ്ക്ക് വരാറുണ്ടോ ചോക്കോബാർ മേടിക്കാൻ? ഒറ്റയ്ക്കല്ല, ശിമിലിക്കാൻ്റെ കൂടെ വരുള്ളൂ. ശിമിലിക്ക ഉണ്ടെങ്കിൽ കാവേരി പുറത്തിറങ്ങലുള്ളൂ. ചങ്ങലയില്ലാത്ത ഒരു ആന, അത് ഭയങ്കര പ്രത്യേകത തന്നെയാണ്. കാരണം കേരളത്തിൽ ചങ്ങലയില്ലാത്ത ഒരേ ഒരു ഗജറാണിയാണ് കാവേരി. അപ്പം ഏതെങ്കിലും ഒരു അവസരത്തിൽ കാവേരിക്ക് ചങ്ങല ഇടേണ്ടി വന്നിട്ടുണ്ടോ? ഞാനൊരു 2 ദിവസത്തിനൊക്കെ കൊടുക്കും മാറിക്കണേ അപ്പോഴും. അതും ചെങ്ങലൊന്നും ഇതിന് വിഷയമല്ല. ആള് പൊട്ടിക്കണം വിചാരിച്ചാൽ പൊട്ടിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തിരിഞ്ഞാൽ ഒരു കമ്പനാന ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രശ്നം ഉണ്ടാക്കുവാന. ഇതിന് ചെങ്ങല ഇട്ടാലാണ് ഇപ്പോൾ പ്രശ്നം. ഇപ്പൊ നമ്മൾ ചെങ്ങല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആനക്ക് ടെൻഷനാ, ഇതെന്താ ഇപ്പൊ ചെങ്ങലിടുന്നത്. അപ്പൊ ഞാൻ ആ ലോറിയിൽ നിന്ന് ചെങ്ങല എടുക്കലെന്നല്ല, വീട്ടിലെ തറിയിൽ കയറുകൊണ്ട് കെട്ടും, അത്രേ ഉള്ളൂ. ഷിമിലിന്റെ ഭാഷ ഇപ്പം ആനയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും, മലപ്പുറം ഭാഷ. അതുപോലെ ആനയുടെ ഭാഷ ഷിമിലിന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് ഓരോന്നിനും ഓരോരോ രീതിയിലാണ് ആന കാണിക്കുക. ഇഷ്ടപ്പെടാത്ത ആൾക്കാരത് അത് വേറെ രീതിക്ക് കാണിക്കും. അതെങ്ങനെ കാണിക്കുന്നത്? അത് നമ്മളോട് ഇങ്ങനെ നെഗറ്റീവ് കാണിക്കും. അത് ഒട്ടുമിക്ക ആനകൾ അങ്ങനെ തന്നെ ചെയ്യാം. അതുപോലെ പിന്നെ എന്നോട് സംസാരിക്കേണ്ട രീതി വേറെയാണ്. അതിങ്ങനെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കും, കളി ഉണ്ടാക്കും. അത് പല രീതിയിലുള്ള സൗണ്ട് വരും. നമുക്ക് അത് പുറമെന്ന് ഒരാൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. സംസാരിക്കുന്നത് എത്ര നാളുകൊണ്ടാണ് മനസ്സിലാക്കി എടുത്തത്? കാരണം ഇങ്ങനെയുള്ള ഈ ആനന്റെ സംഭവം, ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മൾ കൂടെ നടന്ന് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അത് നമുക്ക് അറിയില്ലല്ലോ. അതായത് ഇതാണ് സംഭവം, അതാണ് സംഭവം. അത് കുറച്ച് കാലം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ആന ഇന്ന സംഭവം കാണിച്ചാൽ കൈ വിടും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ ഈ ആനയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനും ചെയ്യില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആനയും ചെയ്യില്ല.